സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുന്നതാണ്. അതിന് 2 കപ്പ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഒരു കുക്കറിലിടുക. എന്നിട്ട് ആ കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ട് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് കപ്പയിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 ചുവന്നുള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. 2 വിസിലായിട്ടുണ്ട്. അപ്പോൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ആ വെള്ളം മാറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്റ്റൗ ഓണാക്കിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പം കപ്പയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കപ്പയ്ക്ക്. ഇനി നമുക്ക് കപ്പക്കകത്തേക്കൊരു താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രം വെച്ചിട്ട് പാത്രം ചൂടായി വരുമ്പോൾ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കുക. ഈ സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് കറിവേപ്പിലയും വറ്റൽമുളകും ഇല്ല. എന്നിട്ട് ഈ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ചുവന്നുള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കപ്പയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈസി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയും മീൻ കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഇങ്ങനെ തന്നെയും കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.